കാസർഗോഡ് പോലീസ് വാഹനങ്ങളുടെ നീക്കം ഫാമിലി എന്ന ഗ്രൂപ്പ് വഴി കൈമാറി മാഫിയ സംഘം. കാസർഗോഡ് രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. അഡ്മിന്മാർ ഉൾപ്പെടെ 19 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നിഖിൽ അളവൂരാണ് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നത്. നിഖിൽ, അത് കൊള്ളാം. ഫാമിലി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ എന്നായിരിക്കാം ഈ മാഫിയ അംഗങ്ങളുടെ ഒരു അനുമാനം. പക്ഷെ പോലീസും അതും പിടികൂടിയിരിക്കുന്നു. ആരൊക്കെയായിരുന്നു ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ? പോലീസ് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിനിൽ. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ ഫാമിലിയിൽ ഉൾപ്പെട്ട ആളുകൾ അത്ര നല്ല നടപ്പുകാരല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പോലീസ് ഈ ഫാമിലി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിന് പിന്നാലെ കൂടിയതും ഇതിലൂടെ പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി കൈമാറുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ മദ്യവുമായി ഒരാളെ പിടികൂടുന്ന പട്രോളിങ്ങിനിടെ പോലീസ് പിടികൂടുന്നു, രാജപുരം പോലീസ് പിടികൂടുന്നു. അതിനുശേഷം ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഫാമിലി എന്ന പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് കാണുന്നത്. സ്വാഭാവികമായും തുടക്കത്തിൽ പോലീസ് ഈ പറഞ്ഞതുപോലെ ഒരു സംശയത്തിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ആ ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം തന്നെ മെസ്സേജുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് പോലീസ് കണ്ടത്. അതിനുശേഷം ആ ദിവസത്തെ മാത്രം വാട്സപ്പ് ചാറ്റുകൾ, അതിൽ കൂടുതലും വോയിസ് റെക്കോർഡുകളായിരുന്നു, വോയിസ് മെസ്സേജുകളായിരുന്നു. ഇത് പരിശോധിച്ചതോടുകൂടിയാണ് 80 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് എന്നും രാജപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് വാഹനങ്ങൾ അത് കൃത്യമായി ഏത് ദിശയിലേക്ക് പോകുന്നു, എവിടെ പോലീസ് പട്രോളിംഗ് നടത്തുന്നു, ആരെയൊക്കെ നിരീക്ഷിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഓരോരുത്തരായി ഷെയർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ 19 പേർ ഈ ഗ്രൂപ്പിലൂടെ പോലീസിൻ്റെ നീക്കങ്ങൾ പരസ്പരം കൈമാറി എന്നാണ് പോലീസിന് മനസ്സിലാക്കിയത്. വളരെ തന്ത്രപരമായിരുന്നു പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നതുകൂടിയുണ്ട്. കാരണം ഈ ഫോൺ പിടിച്ചെടുത്തതോടുകൂടി തന്നെ ഇത് മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ട പോലീസ് ആദ്യം ഫോൺ ഫ്ലൈറ്റ് മോഡിലിടുന്നു. പിന്നീട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഫോണിലെ ചാറ്റ് കൃത്യമായി അതിലെ വോയിസ് മെസ്സേജുകളൊക്കെ പ്ലേ ചെയ്ത് അവരുടെ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഈ ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡ് മാറ്റുന്ന സമയത്തേക്ക് തന്നെ ഇതിലെ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 19 പേരെയും പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെയാണ് തിരിച്ചറിഞ്ഞ 19 പേർക്കെതിരെയും പോലീസ് കേസെടുത്തത്. ഏതായാലും ഈ രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി മാഫിയ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ കള്ള ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ലഹരി വിൽപ്പന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട ആളുകൾ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കൂടി രാജപുരം പോലീസ് കടന്നിട്ടുണ്ട്. ശരി, വളരെ നന്ദി. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. നിഖിൽ, തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം മാത്രമേ ഈ വാർത്ത റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് ആ ഫാമിലി അത്ര വെടുപ്പല്ല.